മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി വൈരത്തൂരിൽ നടന്നത് മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ച കൊലപാതകം. സ്വന്തം ഉമ്മയെയാണ് 30 വയസ്സുള്ള മുസമ്മിൽ എന്ന് പറയുന്ന മകൻ കൊലപ്പെടുത്തിയത്. വെള്ളിയാഴ്ച 7 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം കൽപ്പകഞ്ചേരിയെ ആകെ ഞെട്ടിച്ചത്. സ്വന്തം ഉമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം മരണം ഉറപ്പിക്കാൻ വേണ്ടി ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയിലേക്ക് അടിക്കുകയും ചെയ്തു. മകന് മാനസിക രോഗമാണെന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. ഉമ്മയെ ഇതിനു മുമ്പും കൊലപ്പെടുത്തുമെന്ന് മുസമ്മിൽ പറഞ്ഞു. ഇറച്ചി വ്യാപാരിയായ ഹംസയാണ് മുസമ്മിലിൻ്റെ ഉപ്പ. ഉപ്പയുടെ കൂടെ രാവിലെ കടയിലേക്ക് പോയ മുസമ്മിൽ 7 മണിയോട് കൂടി വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. തുടർന്ന് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം ഉമ്മയായ ആമിന എന്ന 62 വയസ്സുള്ള മാതാവിനെ പിറകിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. ആദ്യം കൊടുവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും നിലവിളി കേട്ട് പ്രദേശവാസികളെല്ലാം ഓടിക്കൂടിയപ്പോൾ ജീവൻ്റെ തുടിപ്പോടുകൂടി തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആമിന ഉമ്മയെയാണ് കണ്ടത്. അപ്പോഴെല്ലാം മാനസിക രോഗിയായ മകൻ ഞാൻ ഇബ്ലീസിനെ കൊന്നു എന്ന് പറഞ്ഞു എന്നുള്ളതും കണ്ടുനിന്നവർ പറയുന്നു. അങ്ങനെ ജീവന് വേണ്ടി പിടയുന്ന ആമിന ഉമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ വേണ്ടി പ്രദേശവാസികൾ വണ്ടി വിളിക്കാനായി പുറത്തിറങ്ങിയ തക്കത്തിൽ മുസമ്മിൽ വീട്ടിനകത്തേക്ക് കയറി ഉമ്മയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് മരണം ഉറപ്പിക്കുകയായിരുന്നു. ആ അടിയിൽ ഉമ്മയുടെ തല പിളർന്ന് തലച്ചോറ് വരേക്കും പുറത്തു വന്നു എന്നാണ് പ്രദേശവാസികളിൽ കണ്ടുനിന്നവർ പറയുന്നത്. സ്വന്തം ഉമ്മയെ ഒരു മകന് ഇത്തരത്തിൽ ആക്രമിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നതിന് മുസമ്മിൽ ഒരു മാനസിക രോഗിയാണ് എന്നുള്ളതാണ് മറുപടി. സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക 3 ദിവസമായി മുസമ്മിൽ കഴിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മുസമ്മിലിൻ്റെ മാനസിക രോഗാവസ്ഥ മൂർജിച്ച നിലയിലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മകനായ 30 വയസ്സുകാരൻ മുസമ്മിൽ തൻ്റെ ഉപ്പയായ ഹംസയോട് പറഞ്ഞത് ഞാൻ ഇബ്ലീസിനെ കൊന്നു എന്നാണ്. അത് ഉമ്മയാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ നേരത്തെ മരിച്ചില്ലേ, ഞാനിപ്പോൾ കൊന്നത് ഇബ്ലീസിനെയാണെന്നാണ് മുസമ്മിൽ പറഞ്ഞതെന്ന്. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 62 വയസ്സുകാരിയായ മുസമ്മിലിൻ്റെ ഉമ്മയായ ആമിന ഉമ്മ. ഒരിക്കലും നിനക്കാത്ത രീതിയിലാണ് മകൻ ഇത്തരത്തിൽ ഉമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് കൽപ്പകഞ്ചേരിയെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. നിരന്തരമായി ഇത്തരം വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാനിടയാകുന്നത്. ഹംസ ആമിന ദമ്പതികൾക്ക് ആകെ 4 മക്കളുണ്ട്. 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ആകെയുള്ള ഒരു ആൺകുട്ടിയാണ് മുസമ്മിൽ. സഹോദരിമാരായ 3 പേരെയും വിവാഹം കഴിച്ചയച്ചു. മുസമ്മിലിന് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇറച്ചി വ്യാപാരിയായ ഉപ്പയുടെ കൂടെ കടയിൽ ജോലി ചെയ്യുന്ന ആളാണ് മുസമ്മിൽ. ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കടയിലേക്ക് പോയ മുസമ്മിൽ 7 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഉമ്മയെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ, അതല്ലെങ്കിൽ വീട്ടിലെത്തിയ മുസമ്മിലിന് തൻ്റെ രോഗാവസ്ഥ മൂർജിച്ച കാരണം അത്തരമൊരു അവസ്ഥയിലേക്ക് മുസമ്മിൽ എത്തിപ്പെട്ടതാണോ എന്നുള്ളതിലും വ്യക്തത വന്നിട്ടില്ല. വല്ലാത്ത ദുഃഖം നൽകുന്ന വാർത്ത തന്നെയാണിത്. പെറ്റുപോറ്റി വളർത്തിയ സ്വന്തം മകൻ്റെ കൈകൊണ്ട് തന്നെ മാതാവിൻ്റെ മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് പോലും സഹിക്കാനാവാത്ത ഒരു കാര്യം തന്നെ. ഒരിക്കലും ഒരു മാതാവിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ. മുസമ്മിൽ എന്ന് പറയുന്ന 30 വയസ്സുകാരന് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുവാനുള്ള കാരണമായി പറയാനുള്ളത് ഉമ്മ ഇബ്ലീസായിരുന്നു എന്നുള്ളതാണ്. മകൻ്റെ മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് പോലീസും പറയുന്നത്. എന്നാൽ അതിദാരുണമായി സ്വന്തം മാതാവിനെ കൊടുവാട് കൊണ്ട് വെട്ടുകയും പിന്നീട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മാതാവിൻ്റെ തലയിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് അടിച്ച് മരണം ഉറപ്പിക്കുകയും ചെയ്ത മകൻ മുമ്പ് മയക്കുമരുന്നിന് അടിമയായിരുന്നു. പിന്നീട് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ നിന്നെല്ലാം മോചിതനായ മുസമ്മിൽ അതിനുശേഷം ഗൾഫിൽ പോയപ്പോൾ അവിടെ നിന്നാണ് മാനസിക രോഗത്തിൻ്റെ തുടക്കം മുസമ്മിലിനുണ്ടാകുന്നത്. മാനസിക പ്രശ്നങ്ങൾ മൂർജിച്ചതോടുകൂടി ഗൾഫിൽ നിന്ന് നാട്ടിൽ വരികയും പിന്നീട് ചികിത്സ തേടുകയുമായിരുന്നു. അങ്ങനെ വർഷങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മുസമ്മിൽ. ഈയിടയ്ക്ക് 3 ദിവസം മരുന്ന് കഴിച്ചിട്ടില്ലെന്നും അതുമൂലം തന്നെയാണ് മുസമ്മിലിന് രോഗം മൂർജിച്ചതും എന്നുള്ള വാർത്തയാണ് പിറകെ വരുന്നത് അറിയാൻ സാധിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു 1 മാസം മുമ്പ് താമരശ്ശേരിയിൽ നിന്ന് നമ്മൾ കേട്ട അതിദാരുണമായ സംഭവവും. 25 വയസ്സുള്ള ആഷിഖ് എന്ന മകൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സ്വന്തം ഉമ്മയായ സുബൈദയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് ഇത്തരത്തിൽ ഇവരുടെ മാനസിക നില തന്നെ തെറ്റിക്കുവാനുള്ള കാരണം.
അത്തരത്തിൽ തന്നെ മുസമ്മിലും മുമ്പ് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള വാർത്ത അറിയാൻ സാധിച്ചതും ഇത്തരത്തിലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം തന്നെയാണ് മുസമ്മിലിൻ്റെ മാനസിക നില തെറ്റിക്കുവാനും കാരണമെന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അതിമാരകമായി മാറിയിരിക്കുന്നു ഇത്. ചെറിയ കുട്ടികളെ പോലും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇത് ലഭിച്ചില്ലെങ്കിൽ കാശിനു വേണ്ടി എന്ത് അക്രമവും ചെയ്യാൻ മടിക്കാത്ത തരത്തിലേക്കും നമ്മുടെ മക്കൾ മാറിപ്പോകുന്നു. ഇതിനെല്ലാം അറുതി വരിക തന്നെ വേണം. ഇനിയൊരു മാതാവും ഇത്തരത്തിൽ കൊല്ലപ്പെടാൻ പാടില്ല. അതിനു വേണ്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയകളെ പിടിച്ചുകെട്ടുകയല്ലാതെ മറ്റൊരു പ്രതിരോധമില്ല. ആണും പെണ്ണും എന്ന് വേർതിരിവില്ലാതെയാണ് ഇപ്പോൾ ലഹരി കച്ചവടം നടക്കുന്നത്. നമ്മുടെയെല്ലാം ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഇതിന് അടിമകളായി മാറി മാനസിക നില തെറ്റിയ തരത്തിൽ ജീവിക്കുന്നത്. ഒരിക്കലും നനച്ചിരിക്കാതെയാണ് തൻ്റെ സ്വന്തം മകൻ്റെ പിന്നിൽ നിന്നുള്ള ആക്രമണം ഈ ഉമ്മ നേരിട്ടത്. അതിദാരുണമായ സംഭവമാണ് അതിന് ശേഷം നടന്നതെല്ലാം. ഒരിക്കലും ഒരു ഉമ്മാക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ. തൻ്റെ മകനിൽ നിന്നും ഭാര്യയ്ക്ക് സംഭവിച്ച കാര്യമറിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹംസ എന്ന പിതാവിനോട് തൻ്റെ മകനായ മുസമ്മിൽ പോയി പറഞ്ഞത്, ഉപ്പ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? ഞാൻ ഇബ്ലീസിനെ കൊന്നിട്ടുണ്ട് എന്നതാണ്. ആമിന ഉമ്മയെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന സമയത്തെ വിളി കേട്ട് ഓടി വന്ന നാട്ടുകാരോട് മുസമ്മിൽ പറഞ്ഞത് അത്തരം വാക്ക് തന്നെയായിരുന്നു. ബാപ്പ കരയുമ്പോൾ ബാപ്പയുടെ എന്തിനാ ഞങ്ങൾ കരയുന്നു? ഞാൻ ഇബ്ലീസിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ അയൽവാസികൾ ഓടി വന്നപ്പോഴും മകൻ പറഞ്ഞ ഞാൻ ഇബ്ലീസിനെ കൊന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞ. അപ്പോൾ അയൽവാസി വന്ന് നോക്കിയപ്പോൾ അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ഏത് രൂപത്തിലാണ്? സിലിണ്ടറുണ്ട്, അതുപോലെ കുടം, നമ്മൾ വെള്ളം കൊണ്ടുവന്ന കുടം നെളിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ അവിടെ ഞാൻ കണ്ടത്. എന്തായിട്ടാണ് ആദ്യം ചെയ്തതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഇന്നിപ്പോൾ ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമുക്കറിയാൻ സാധിക്കും. കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് വളരെയധികം വിഷമമാണ്. കാരണം അത് പാവപ്പെട്ട കുടുംബമാണ്. കുടുംബത്തിൻ്റെ ഏക അത്താണിയായിട്ടുള്ള ഒരു മകനും കൂടിയാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. അത് സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ അപകടത്തിലേക്കാണ് നമ്മുടെ മേഖലകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരം അസ്വസ്ഥതകളൊക്കെ ഉള്ള ആളുകളെ കണ്ടെത്തി എത്രയും പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നൽകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മളെ മേഖലയിൽ തിരഞ്ഞെടുത്ത് നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ സർവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഇന്നലെ കൽപ്പകഞ്ചേരി വൈലത്തൂരിൽ രാവിലെ 7 മണിയോടുകൂടി നടന്നത്. ഒന്നും അറിയാതെ വീട്ടിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആമിന ഉമ്മ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല താൻ പെറ്റുപോറ്റി പാലൂട്ടി വളർത്തിയ സ്വന്തം മകൻ്റെ കൈകൊണ്ട് തന്നെ തനിക്ക് ഇങ്ങനൊരു അന്ത്യം ലഭിക്കുമെന്നുള്ളത്. മാനസിക രോഗാവസ്ഥയിലുള്ള മകനും മനഃപൂർവ്വമല്ലാതെയാണ് തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിച്ചത്. വലിയ പ്രയാസം തന്നെയായിരിക്കും ഇത് ഉപ്പയായ ഹംസക്കും മറ്റു സഹോദരിമാർക്കെല്ലാം നൽകിയിട്ടുള്ളത്. വലിയ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം ലഭിക്കട്ടെ. ആമിന ഉമ്മയ്ക്ക് സംഭവിച്ച പോലുള്ള ഒരു മരണം ഒരു ഉമ്മാക്കും തന്നെ ലഭിക്കാതിരിക്കട്ടെ. 62 വയസ്സുകാരിയായ ആമിന എന്ന ആ പൊന്നുമ്മക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട് നൽകി അവൻ്റെ രക്ഷയും തൃപ്തിയും നൽകട്ടെ.